ഹലോ നമസ്കാരം. മഴതോരും മുമ്പയുടെ മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയ്ക്ക് പോയാലോ. അതിനു മുമ്പ് ഒരു കാര്യം, വീഡിയോ കണ്ടിഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത് ഫ്രണ്ട്സ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ് അലീനയും മനുവും കൂടി എന്താ പറയുക നല്ലൊരു പ്ലഷർ ട്രിപ്പായിട്ടെടുത്ത് നമ്മുടെ രേവതിക്കുട്ടീൻ്റെ വീട്ടിലേക്ക് രേവതിക്കുട്ടീനെ കാണാനായിട്ട് പോവുകയാണ്. അലീനയെ സംബന്ധിച്ച് ഇത് ഒരിക്കലും മറക്കാനാവാത്ത ഒരു ഓർമ്മ തന്നെയാണ് കേട്ടോ. നമ്മുടെ മനുവിൻ്റെ ഒപ്പമുള്ള ഈ യാത്ര എന്താ പറയുക പരസ്പരം അവർക്ക് മനസ്സിലാക്കാനും അല്ലെങ്കിൽ എല്ലാം തുറന്നു പറയാനും തനിക്കൊരാളുണ്ട്, തൻ്റെ സ്വന്തമാണ് എന്നുള്ള ഒരു രീതിയിലേക്ക് എത്തിച്ചേരാനും വേണ്ടിയിട്ട് ഇതെന്തായാലും ഈ ഒരു യാത്ര നല്ലൊരു യാത്രയായി തന്നെ തീരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രേവതിക്കുട്ടിയുടെ വീടിൻ്റെ മുന്നിലെത്താണ് കേട്ടോ. അപ്പം മനു അവിടെ വഴിയിൽ കാറ് നിർത്തി കഴിഞ്ഞിട്ട് വീടിങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ്. എൻ്റെ അമ്മോ ഇതെന്താ ഇത് ബ്ലങ്കാവൂന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുന്നേരം നമ്മുടെ അലീന പറയുന്നുണ്ട്, ബ്ലങ്കാവല്ല, ഇതൊരു 3 നിലയുള്ള ബംഗ്ലാവാണ് എന്ന് പറയുന്നുണ്ട്. എന്താണ് അന്തം വിട്ടോന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മനു പറയുന്നുണ്ട്, ഓ ഞാൻ ഇത്രയും വലിയ വീടൊന്നും കണ്ടിട്ടില്ലേ, നമ്മളുടെ വീട് എന്തായാലും 2 നിലയൊക്കെയല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കളിച്ചും ചിരിച്ചും വീട്ടിലേക്ക് കയറി ചെല്ലാണ്. അപ്പം നമ്മുടെ രേവതിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമാണ് ഇവർ രണ്ടുപേരെയും കണ്ടു കഴിഞ്ഞപ്പോൾ. ആ രണ്ടുപേരോടും ചിരിയും കളിയൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ അകത്തേക്കൊക്കെ കയറാണ്. അപ്പോൾ അകത്തേട്ട് കയറിയിട്ടും മനു ആകെ രേവതിക്കുട്ടി എന്തായാലും നല്ല സന്തോഷത്തിലാണല്ലോ എന്നുള്ള രീതിയിൽ അലീനക്കായാലും മനുവിനായാലും ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് രണ്ടുപേരും. നിനക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അലീന. അപ്പോൾ പറയുന്നുണ്ട്, ആ പിന്നെ എനിക്ക് സുഖമല്ലേ, എനിക്ക് എന്ത് നോക്കാൻ, ഞാനിവിടെ എന്താ പറയുക ഇവരുടെ ഒരൊറ്റ മോളായിട്ട് എല്ലാ സന്തോഷത്തോടു കൂടി നല്ല സന്തോഷത്തിൽ തന്നെയാണ് ഞാനിവിടെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇവരെ ഇറക്കി വിടുന്നവരെ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് എന്നൊക്കെ പറയും. ഓ ആ ഒരു ബോധം നിനക്കുണ്ടല്ലോ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അലീന. അങ്ങനെ ഇവരിവിടെ സംസാരിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ ഗ്രേസമ്മ വരുന്നുണ്ട്. അപ്പോൾ തന്നെ മനു അലീനയൊക്കെ ഗ്രേസമ്മനെ നോക്കി ചിരിക്കുന്നുണ്ട്. അപ്പോൾ മനു പറയും, ഞാനേ അലീനയെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് അങ്ങോട്ട് പോവാമെന്ന് വിചാരിച്ച് വന്നതായിരുന്നു എന്ന് പറയും. അപ്പോൾ തന്നെ അങ്ങനെ അങ്ങ് പോയാലോ, എവിടേക്ക് പോവാ കൊണ്ടുവന്നാക്കിയിട്ട്, നമുക്കിവിടെ അപ്പോൾ മനു പറയും, ഓ അതോ അല്ല എനിക്ക് ഓഫീസിൽ പോകാനുണ്ടായിരുന്നു, അതൊന്നും സാരില്ല മനു, ഒന്ന് ചായയൊക്കെ കുടിച്ചിട്ടൊക്കെ പോയാൽ മതി എന്ന് പറയും നമ്മുടെ ഗ്രേസമ്മ. എന്നിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ടും അവർ രണ്ടുപേരെയും ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് മുറിയിലേക്ക് നോക്കിയിട്ട് വിളിച്ചു പോകുന്നുണ്ട്, മാമച്ചായോ ഒന്നിങ്ങ് വന്നേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പോൾ മാമച്ചായനെങ്കിലും മനു താനാണോ, ഇരിക്കി എന്നൊക്കെ പറയും നമ്മുടെ മാമച്ചായൻ. അങ്ങനെ മാമച്ചായനൊക്കെ പറയുന്നുണ്ട്, വിശേഷങ്ങളൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട് കേട്ടോ. ഇവിടെ രേവതിക്കുട്ടി പറഞ്ഞിട്ട് അവിടുത്തെ അലീനയുടെയും അവിടുത്തെ വീട്ടുകാരുടെയും എല്ലാ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട്. പിന്നെ വൈജയന്തി മാലയുടെ ആക്സിഡൻറ്റും ഒക്കെ ഞങ്ങൾ അറിഞ്ഞു കേട്ടോ. വൈജയന്തി മാലയോ? മാലയൊന്നുമില്ല, വൈജയന്തി മാത്രമേ ഉള്ളൂ. ഓ അത് ഇവിടെ രേവതിക്കുട്ടി അങ്ങനെ പറഞ്ഞു ഇപ്പം ഞങ്ങളും അങ്ങനെ തന്നെയാണ് പറയുന്നത് എന്നും പറഞ്ഞിട്ട് അവർ ചിരിക്കുന്നുണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് നമ്മുടെ അലീനയെ തട്ടിക്കൊണ്ട് പോവലൊക്കെ നടന്നല്ലേ. അവർക്ക് എന്താ ഈ വൈജയന്തിക്ക് അവരുടെ ആങ്ങളമാർക്കൊക്കെ ഈ കൊച്ചിത് എന്ത് ചെയ്തിട്ടാ? അതൊന്നും പറയണ്ട. പക്ഷെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അവർക്ക് മാമന്മാർക്കൊക്കെ അതായത് അങ്കിൾമാർക്കൊക്കെ എന്നെ ഭയങ്കര കാര്യമാണ്. ഇപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറയും അലീന. എല്ലായിടത്തും പ്രശ്നങ്ങളാണ്, ഒന്നും ആർക്കും ഒന്നും തികയുന്നില്ല. എന്നാൽ എല്ലാവർക്കും ദുഃഖങ്ങൾ പങ്കിടാനായിട്ട് താല്പര്യമുണ്ടോ? ഉണ്ട്. പക്ഷെ സുഖങ്ങൾ പങ്കിടാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നത്തിൻ്റെ എല്ലാം കാരണം. എന്നാൽ ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ട്, താമസിക്കാനുള്ള സൗകര്യമുണ്ട്, ഇതൊന്നും പോരായിക. ഇനിയും എല്ലാം വേണം എന്നുള്ള അഹങ്കാരം, അത്യാഗ്രഹം, അതിൻ്റെയൊക്കെ ഫലങ്ങളാണ് നമ്മളൊക്കെ ഇതെല്ലാവരുമൊക്കെ അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നൊക്കെ പറയും നമ്മുടെ മാമച്ചായനൊക്കെ. അപ്പോൾ മനു ആട്ടോ ഇതൊക്കെ പറയുന്നേ. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, മനുവേട്ടൻ എന്താ പറയുന്നേ? ഒന്നുമില്ലേ, ഈ കൊല്ലപ്പള്ളിയിലും കടപ്പാട്ടൂരും നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇലക്കും മുള്ളിനും ദോഷമില്ലാത്ത വിധത്തിൽ ഞാനൊന്ന് പറഞ്ഞതാണേ എന്ന് പറയും നമ്മുടെ മനു. ഞാൻ കുറച്ച് ഫിലോസഫി പറഞ്ഞതാ, അതൊന്ന് കുറച്ച് ചുരുക്കി അങ്ങ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയും മനു.
അങ്ങനെ നമ്മുടെ രേവതിക്കുട്ടി മനുവിനോട് പറയും, മനുച്ചേട്ടാ ദേ ആ ചായ എടുത്ത് കുടിക്ക്, അത് തണുത്താറൂട്ടോ ഒന്ന് ഓർഡർ ഇടുന്ന പോലെ പറയുന്നുണ്ട്. മനു പറയും, ഇപ്പോൾ എല്ലാവരും, അതായത് ഇപ്പോൾ ബാലചന്ദ്രൻ അങ്കിള് അലീനയെ മോളായിട്ട് അംഗീകരിച്ചു, പിന്നെ ആങ്ങളമാരും വൈജയന്തിയുടെ ആങ്ങളമാരും മോളായിട്ട് അംഗീകരിച്ചു. പക്ഷേ ഏറ്റവും വലിയൊരു പ്രശ്നം കിടക്കുമല്ലേ, വൈജയന്തിമാല ഇതുവരെ സ്വീകരിച്ചിട്ടില്ലല്ലോ, അതാണ് പ്രശ്നം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രേവതിക്കുട്ടി പറയും, അവരൊരു തോൽവി തന്നെയാട്ടോ, അവർ ജീവിതത്തിലെ ഒരു തോൽവി തന്നെയാണ് അവർ, ഇനി അവർക്ക് മതിയായില്ലേ ഇങ്ങനെ ഇത്രയൊക്കെ എത്തിയിട്ടും നോക്കുന്നുണ്ട്. അപ്പോൾ ഇതേക്കെ നമ്മുടെ ഗ്രേസം പറയും, ഡി അധിക പ്രസംഗി മതി കേട്ടോ, നീ എന്താ ഇത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവളോട്. രണ്ട് ഗ്രേസം പറയും, നീ ഒന്നും മിണ്ടാതിരിക്കുന്നു പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇവരൊക്കെ ഓരോന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗ്രേസമ്മയൊക്കെ പറയും, ദേ നമ്മുടെ രേവതിക്കുട്ടീനെ അന്വേഷിച്ചിട്ട് ഒരാൾ വന്നു കേട്ടോ ഇവിടെ അങ്ങ് ദൂരേന്നോ ആരാ അത്? അതൊക്കെ ഉണ്ട് അല്ലേ രേവതിക്കുട്ടി എന്ന് പറയുന്നുണ്ട്. അപ്പം രേവതിക്കുട്ടിക്ക് ആകെ എന്താ പറയുക, ഒരു ചെറിയ ഒരു പിണക്കവും പരിഭവം പോലെ, ഒന്ന് പോയേ, ഞാൻ ഇവിടുന്ന് എവിടേക്കും പോവില്ല, ഇവർ തല്ലിക്കൊന്നാലും ഞാൻ ഇവരെ വിട്ട് എവിടെയും പോകത്തില്ല എന്ന് പറയും. അങ്ങനെ അതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ കേൾക്കുമ്പോൾ നമ്മുടെ ഗ്രേസമ്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. ഇവക്ക് നമ്മളോട് ഭയങ്കര സ്നേഹമല്ലേ, നമ്മളെ വിട്ട് ഇവളെന്തായാലും പോയില്ല എന്നുള്ള ഇതിൽ അവരുടെ കണ്ണും മനസ്സും എല്ലാം അങ്ങ് നിറയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവർ ചായകുടിയെല്ലാം കഴിഞ്ഞ് അപ്പോൾ നമ്മുടെ രേവതിക്കുട്ടിയുടെ റൂമൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അലീനയും മനുവിനെയും റൂമിലേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇത്, നീ ഇവിടെ 5 സ്റ്റാർ ഹോട്ടലിലോ അല്ലേ താമസിക്കുന്നത്, അതുപോലെയാണല്ലോ ഇത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ രേവതി പറയും, പിന്നെ അല്ല, നിങ്ങളെന്താ വിചാരിച്ച മനു കേട്ടാ, ഇവിടെ നിന്ന് ഇവർ എന്നെ ഇറക്കി വിടുന്ന വരെ ഉള്ളൂ കേട്ടോ ഇതൊക്കെ എന്ന് പറയും. അങ്ങനെ ഇവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അലീന ചോദിക്കുന്നുണ്ട്, നിന്നെ ആരാ അന്വേഷിച്ച് വന്നത്? അതൊരു കിളവനോ ദേ എന്നും പറഞ്ഞൊന്ന് ഒന്ന് പിണങ്ങുന്ന പോലെ ഒന്ന് പറയുമ്പോൾ, അതെ ഒരു കിളവൻ ഇന്ന സ്ഥലത്തു നിന്നാണ്, ഇന്ന ആളാണെന്നൊക്കെ അങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അലീന. അപ്പോൾ അലീനക്ക് അത് കേൾക്കുമ്പോൾ, ആണോ, അത് ശരി, എന്തായാലും നിൻ്റെ അച്ഛൻ്റെ അച്ഛനും തന്നെയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ രേവതി പറയും, എനിക്കതൊന്നും മറക്കാൻ പറ്റില്ല ചേച്ചി, പക്ഷെ എൻ്റെ അമ്മയുടെ അവസ്ഥ, എൻ്റെ അമ്മയ്ക്ക് എന്താ സംഭവിച്ചത്, അതിന് കാരണക്കാർ ഇവർ തന്നെയാണോ എന്നൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ഒട്ടും അവരെ ഇഷ്ടമാവുന്നില്ല, ഞാൻ അങ്ങോട്ട് പോവില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കുള്ളൂ എന്നൊക്കെ പറയും നമ്മുടെ രേവതി. അങ്ങനെ ഇവർ ഓരോന്നൊക്കെ സംസാരിച്ച് ഇങ്ങനെ അവിടെ നിന്ന് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മുടെ കടപ്പാട്ടൂരാണ്. നമ്മുടെ ബബിത ഒരു കത്രികയൊക്കെ എടുത്തിട്ട് ഭയങ്കര എന്താ പറയുക, ഒരു കള്ള ലക്ഷണത്തോടു കൂടി കള്ളത്തരം കാണിച്ച് പതുക്കെ പമ്മി നടന്ന് റൂമിലേക്ക് കയറുന്നുണ്ട്. വേറെ ആരുടെയും റൂമിലേക്കല്ല, നമ്മുടെ അലീനയുടെ റൂമിലേക്കാണ് അവൾ കയറി ചെല്ലുന്നത്. അപ്പോൾ അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് കഴിയാണ്. തുടർന്ന് ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണും വരെ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.